നമസ്കാരം. കരുവന്നൂർ കള്ളപ്പണ വേട്ട നടന്നതിന് പിന്നാലെ CPMന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് കള്ളപ്പണം ഇടപാടല്ല എന്ന് പറഞ്ഞ് കരുവന്നൂർ വിവാദത്തെ മുക്കാൻ നോക്കി പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിന്റെ ശ്രമം. തൃശൂരിലെ പാർട്ടി അക്കൗണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താനായിരുന്നുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. പാർട്ടിക്ക് അക്കൗണ്ടുള്ള ബാങ്കിന്റെ വീഴ്ച കൊണ്ട് പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തുകയായിരുന്നു. നിയമപരമായ ഇടപാടുകൾ മാത്രമേ CPM നടത്തിയിട്ടുള്ളൂ. 30 വർഷമായി തൃശൂർ ബാങ്കിൽ പാർട്ടിക്ക് അക്കൗണ്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് CPM പണം പിൻവലിച്ചത് തെറ്റായ നടപടിയാണെന്നാണ് ആദായനികുതി വകുപ്പ് നിലപാടെടുത്തത്. എത്രയൊക്കെ വെള്ള പൂശിയാലും കരുവന്നൂർ ബാങ്കിന്റെ ക്രമക്കേടുകൾ ED പുറത്തു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ CPMനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന ആത്മാർത്ഥതയാണ് പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. നിയമപരമായ ഇടപാട് നടത്തുന്നതിനെ തടയുന്നതിന് ആദായനികുതി വകുപ്പിന് അവകാശമില്ല. വിവാദം ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് പണം പാർട്ടി ചിലവഴിക്കാതെ സൂക്ഷിച്ചു. തെറ്റ് ചൂണ്ടിക്കാട്ടി പാർട്ടി ബാങ്കിന് കത്തു നൽകി. തെറ്റുപറ്റിയതായി ബാങ്ക് പാർട്ടിക്ക് രേഖാമൂലം കത്ത് നൽകി. ആദായനികുതി വകുപ്പ് നിർദ്ദേശിച്ചതനുസരിച്ചാണ് പണവുമായി പാർട്ടി നേതൃത്വം ആദായനികുതി ഉദ്യോഗസ്ഥരെ കാണാൻ ബാങ്കിലെത്തിയതെന്നും MV ഗോവിന്ദൻ പറയുന്നു. തൃശൂരിൽ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച ആദായനികുതി വകുപ്പിന്റെ നടപടിയെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് തികച്ചും തെറ്റായ രീതിയിലാണ്. നിയമവിധേയമായി കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുകയും ആദായനികുതി വകുപ്പിന് നൽകുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM അത്രേ. അഖിലേന്ത്യാ സംസ്ഥാനത്തിൽ പാർട്ടിക്ക് ഒരു പാൻ നമ്പറാണുള്ളത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ അക്കൗണ്ടുകൾക്കും ഉപയോഗിക്കുന്നത് ഇതേ നമ്പർ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ ബാങ്കിന്റെ വീഴ്ച കൊണ്ട് പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തി. T എന്നതിന് പകരം J എന്ന് തെറ്റായി രേഖപ്പെടുത്തുകയായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. തൃശൂരിൽ നിയമപരമായ അനുവദനീയമായ ഇടപാടുകൾ മാത്രമേ പാർട്ടി നടത്തിയിട്ടുള്ളൂവെന്നും 30 വർഷത്തോളമായി ഈ അക്കൗണ്ട് നിലവിലുണ്ടെന്നും MV ഗോവിന്ദൻ പറയുന്നു. അതേസമയം രാജ്യം ഫാസിസത്തിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ സുപ്രീം കോടതി വിധി തെളിയിക്കുന്നതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനും ഏജൻസികൾക്കും കനത്ത തിരിച്ചടിയാണിത്. കെജ്രിവാളിന്റെ അറസ്റ്റിന് നിരവധി വ്യാഖ്യാനങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയെങ്കിലും അതെല്ലാം സുപ്രീം കോടതി തള്ളി. രാജ്യത്തിന് മുന്നിൽ ഇനിയും സാധ്യതകൾ ഉണ്ടെന്നാണ് കോടതി വിധി വ്യക്തമാക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ദുർബലനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. വർഗീയത പ്രചരിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി എന്നും ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ദേവികുളം MLA കുറിച്ച് ചോദിച്ചപ്പോൾ രാജേന്ദ്രൻ പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നാണ് മറുപടി പറഞ്ഞത്. രാജ്യത്ത് ഇത്രയും ദുർബലനായ ഒരു പ്രധാനമന്ത്രി ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലെന്നാണ് നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞത്. എല്ലാ രാഷ്ട്രീയവും വിട്ട് ജാതിയും മതവും വർഗീയതയും പ്രചരിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അപമാനകരമായ ചിത്രമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ചീപ്പായ ദുർബലനായ പ്രധാനമന്ത്രി ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. നെഞ്ചളവിന്റെ വീതിയിലും നീളത്തിലും എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. എല്ലാം തകർന്ന് തരിപ്പണമായി. നാട്ടിലെ RSSകാരന്റെ നിലവാരം പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വർഗീയ പ്രചാരണത്തോട് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അത്രയും ദുരന്തപൂർണമായ രീതിയിലേക്കാണ് പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നതെന്നും MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.